Hello everyone. Today we were discussing about vector field in two-dimensional space and three-dimensional space. So first one is vector field in two-dimensional space. Let R be a region in the plane. A vector field in R is a vector valued function f that associate with each point x and y in R a two-dimensional vectors. So we can move to the equation. F of xy is equal to p of xy I plus q of xyj, where p and q are functions of two variables defined on R. അപ്പോൾ ടു ഡയമെൻഷനിൽ എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിളേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ത്രീ ഡയമെൻഷനലിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. വെക്റ്റർ ഫീൽഡ് ഇൻ ത്രീ ഡയമെൻഷനൽ സ്പേസ്. Let T be a region in a space. A vector field in T is a vector valued function f that associate with each point x, y and z in T three-dimensional vector. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇത് ത്രീ ഡയമെൻഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് കമ്പോണൻസ് ആണുള്ളത്, എക്സ് വൈ സെഡ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ. ഇതിൽ പി ക്യൂ ആർ എന്ന് പറയുന്നത് വേർ പി ക്യൂ ആൻഡ് ആർ are functions of three variables defined on T. ത്രീ ഡയമെൻഷനിൽ നമുക്ക് മൂന്ന് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ടു ഡയമെൻഷനിൽ നമുക്ക് രണ്ട് കമ്പോണൻസേ ഉണ്ടായിരിക്കുള്ളൂ. ടു ഡയമെൻഷനിൽ എക്സും വൈയും ആണെന്നുണ്ടെങ്കിൽ ത്രീ ഡയമെൻഷനിലാവുമ്പോൾ അത് എക്സ് വൈ സെഡ് അങ്ങനെ മൂന്ന് വേരിയബിൾസ് ആയിട്ട് മാറും. അപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡാണ്. അപ്പോൾ ഇക്വേഷൻ നോക്കാം. ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എക്സ് വൈ സെഡ് ഐ പ്ലസ് എഫ് ഓഫ് വൈ എക്സ് വൈ സെഡ് ജെ പ്ലസ് എഫ് ഓഫ് സെഡ് എക്സ് വൈ സെഡ് കെ. ഇത് ത്രീ ഡയമെൻഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതുകൊണ്ടാണ് മൂന്ന് വേരിയബിൾസ് വന്നത്. ഇനി രണ്ട് വേരിയബിൾസ് മാത്രമാകുമ്പോൾ എങ്ങനെയാണ് വരാം? ഇപ്പോൾ ഒരു ഫംഗ്ഷനെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെക്ടർ ഫീൽഡിന് ഒരു സ്കേലാർ ഫംഗ്ഷൻ വേണം. ആ ഒരു സ്കേലാർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ ഒരു സ്കേലാർ ഫംഗ്ഷൻ എന്തായാലും വേണം. പിന്നെ നമുക്ക് ടു വേരിയബിൾസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എക്സ് വൈ ഐ പ്ലസ് എഫ് ഓഫ് വൈ എക്സ് വൈ ജെ. ഇതിൽ ഡെൽ എഫ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് വെക്ടർ എന്ന് വിളിക്കുക. del f is the gradient vector field of f. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 5 ആണ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ 5ൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് വെക്ടർ ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ ക്യൂബ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ഗ്രേഡിയൻറ്റ് വെക്ടർ ഫീൽഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പറയണേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. അപ്പോൾ ഇനി ഐ ജെ കെയുടെ പ്ലേസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നമുക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ സെഡ് ക്യൂബ് പ്ലസ്
ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ സെഡ് ക്യൂബ്. പിന്നെ ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ സെഡ് ക്യൂബ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്നും ഫസ്റ്റത്തെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ടും രണ്ടാമത്തെ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിട്ടും ഡോ ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ എന്താ വരിക? ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ സെഡ് ക്യൂബ്. അതിൻ്റെ ആൻസർ എന്താ വരിക? 2x പ്ലസ് വൈ ഐ. ഇനി അടുത്തത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ സെഡ് ക്യൂബ്. അതിൻ്റെ ആൻസർ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2y സെഡ് ക്യൂബ് ജെ. ഇനി അതുപോലെ ഡോ ബൈ ഡോ സെഡിൻ്റെ ചെയ്യുമ്പോൾ സെഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരിക? 3y സ്ക്വയർ സെഡ് ക്യൂബ് കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എല്ലാത്തിനെയും ഓരോന്നായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ദെൻ സെഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും.